നമസ്കാരം. പണി കിട്ടാൻ പോകുന്നു, സി പി എമ്മുകാരെ പണി കിട്ടാൻ പോകുന്നു. കാര്യം വേറൊന്നുമല്ല, നിങ്ങൾ എന്തിനായിരുന്നു ഈ അനാവശ്യമായ ഒരു നാടകം അവിടെ കളിച്ചതെന്നാണ് മനസ്സിലാവാത്തത്. പാലക്കാട് ഈ ഫെന്നി നൈനാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പെട്ടിയുമായി പാലക്കാട് ഏതോ ഒരു ഹോട്ടലിലേക്ക് കയറി വരുന്നു. അവിടെ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ താമസമുണ്ട്, അതോടൊപ്പം ബി ജെ പിക്കാരായ പലരുമുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ പെട്ടിയുമായി ഫെന്നി നൈനാൻ വരുന്നത് എന്തോ കനപ്പെട്ട വസ്തുവും ചുമന്നുകൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ മാത്രം തലയിൽ ആൾതാമസം ഇല്ലാത്തവരായി പോയോ സി പി എമ്മുകാർ എന്ന് ചോദിക്കേണ്ടി വരും. കാര്യം രാഹുൽ മാങ്കൂട്ടം അവിടെ സ്കോർ ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ വിജയിച്ചു. അതായത് ഷാഫി പറമ്പിൽ മുക്കറയിട്ട് ജയിച്ചെടുത്തു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി, അതിൻ്റെ ഏകദേശം ഒരു 6 ഇരട്ടി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച് കയറുകയും ചെയ്തു. ശുഭം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഇദ്ദേഹം പറയുന്ന പോലെ, രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ഖതം ടാറ്റ ബൈ ബൈ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ജയമുണ്ടായി. ഈ ജയിക്കാൻ വേണ്ട വഴിമരുന്ന് ഇട്ടുകൊടുത്തത് പിന്നീട് ഷാഫി പറമ്പിൽ തള്ളിപ്പറഞ്ഞെങ്കിലും SDP യും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ചേർന്നിട്ട് ലീഗിന്റെ വോട്ടുകളും ഒക്കെ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കൂടെ മേടിച്ചിട്ട് തന്നെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ തന്നെയും ഈ പറയുന്ന പെട്ടി വിവാദം അനവസരത്തിലായി പോയിരുന്നില്ലേ എന്നുള്ളതാണ്. അതൊരു തിരിച്ചടി തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ സുപ്രഭാതത്തിലൊക്കെ ചന്ദ്രികയിലും ഒക്കെ അച്ചടിച്ചു വന്ന ആ പരസ്യം വിടൂ. ആ പരസ്യം നിങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ സി പി എം കൊടുത്തിരിക്കുന്ന പരസ്യം യഥാർത്ഥം തന്നെ. കാര്യം അവിടെ ഇദ്ദേഹത്തെ അല്ലെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ നേരത്തെയും മുൻപും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്. അപ്പൊ അത് പ്രചരിപ്പിച്ചത് തെറ്റൊന്നുമല്ല. അത് ഒരുപക്ഷെ അതൊന്നും വലിയതായിട്ട് പാർട്ടിയെ ബാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ബാധിക്കാൻ പോകുന്നത് ഇവിടെയാണ്. അർദ്ധരാത്രിയിൽ വനിതാ പ്രവർത്തകർ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് യൂണിഫോം പോലും ഇല്ലാതെ ഒരു സംഘം ഞങ്ങൾ പോലീസാണ് എന്നും പറഞ്ഞുകൊണ്ട് ചാടിക്കയറുന്നു. ചാടിക്കയറിയിട്ട് അവിടെ പരിശോധന നടത്തുന്നു. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഒക്കെ താമസിക്കുന്ന മുറികളിലേക്ക് അവിടെ ചെന്ന് കയറുകയാണ്. എന്ത് നെറികേടായിപ്പോയി, പറയാതിരിക്കാൻ വയ്യ. അതിനകത്തിലെ രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ. ഇപ്പോൾ പറയുന്നത് അത് പാലക്കാട് നിയോജക പാലക്കാടുള്ള ഒരാൾ, ഒരു മന്ത്രിയും അദ്ദേഹത്തിന്റെ അളിയനും കൂടെ ഒപ്പിച്ച പണിയാണിത്. ഈ പോലീസുകാർക്ക് എന്താ വിവരം ഇല്ലാണ്ടായിപ്പോ. കാര്യം വേറൊന്നുമല്ല, ഈ നീലപ്പെട്ടിക്കകത്ത് പണം കടത്തിയതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും ഇല്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വാഭാവികം. കാര്യം ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പണം കടത്തിയെന്ന് തന്നെ വെച്ചു. അതിനകത്തിൽ ചില സാധ്യതകൾ നമുക്ക് നോക്കാം. പണം കടത്തിയെന്ന് തന്നെ വയ്ക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കടത്തി, അല്ലെങ്കിൽ ഫെന്നി നൈനാനെ ഉപയോഗിച്ച് പണം കടത്തി എന്ന് തന്നെ ഇരിക്കട്ടെ. ഇവരാരും നല്ല പുള്ളികളൊന്നും അല്ലല്ലോ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി വ്യാജ കാർഡ് അടിച്ചു കൊടുത്ത മഹാനല്ലേ ഈ ഫെന്നി നൈനാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ വിവരമുണ്ട്, അത്യാവശ്യം ബുദ്ധിയുമുണ്ട്, ഉടായ്പ് കാണിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇത്ര പഞ്ചപാവത്തെ പോലെ ഇത്രയും CC ക്യാമറകൾ തുറന്നിരിക്കുന്ന ഒരു വലിയ ഹോട്ടലിലേക്ക്, അപ്പം അവിടേക്ക് ഒരു ട്രോളി ബാഗിനകത്ത് പണം കടത്തിക്കൊണ്ട് വരുമെന്ന് ചിന്തിച്ച മണ്ടന്മാരല്ലേ CPMകാർ, അല്ലെങ്കിൽ ഈ എം ബി രാജേഷ് അടക്കമുള്ള ആൾക്കാർ. മന്ത്രിയായിപ്പോയി, അത്രയൊക്കെ പറയാൻ പറ്റൂ അല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയ്ക്ക് പൊട്ടന്മാരാണോ ഇവര്? അല്ല. അപ്പൊ തെളിവില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്, അത് അംഗീകരിക്കേണ്ടി വരും. അപ്പം ഇത്രയും ബുദ്ധിപരമായി, അല്ലെങ്കിൽ ഇത്രയും കുറച്ചെങ്കിലും മുന്നോട്ട് ചിന്തിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ആ സമയത്ത് പോലീസുകാരെ വിളിച്ച് അവിടെ കള്ളപ്പണ ഇടപാട് നടക്കുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് റെയ്ഡ് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു മണ്ടത്തരമുണ്ടല്ലോ, ആ കാണിച്ച മണ്ടത്തരം. അവിടെ മൈലേജ് കിട്ടിയത് ആർക്കാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ. അതുവരെ ഇടഞ്ഞു നിന്നവരെല്ലാം കണ്ടില്ലേ, ഒരു പൊതുശത്രുവിനെതിരെ അവിടുത്തെ ചെറിയ ചെറിയ ശത്രുക്കളെല്ലാം കൂടി ഒരുമിച്ചു എന്ന് മാത്രം. അതായത് പാർട്ടിക്കുള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന പടലപ്പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ സമയമായി. കാര്യം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയാണ്, അയാളെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഇവിടെ ഉണ്ടാക്കിക്കാൻ കഴിയും. കാര്യം എന്താ? പാർട്ടിക്കാർ ഉറക്കം പോലും ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് അല്ലേ? ഇങ്ങനെ ഒരു ചിന്താഗതി ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാൻ കാരണക്കാരാരാണ്? പാർട്ടി തന്നെയാണ്, CPM തന്നെയാണ്. CPM അങ്ങനെ ഒരു ബ്ലണ്ടർ അവിടെ കാണിക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കടത്തിയിട്ടുണ്ടാകാം. ജസ്റ്റ് നമുക്ക് ചിന്തിക്കാം, ഇമാജിനേഷൻ. ഒരു പക്ഷേ കടത്തിയിട്ടുണ്ടാകാം. കടത്തിയെങ്കിൽ തന്നെ ഇത് ഈ പറയുന്ന പോലെ രാത്രിയിൽ ഇത്രയും ക്യാമറകൾ കണ്ണും തുറന്നിരിക്കുന്ന സ്ഥലം വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ പണം കടത്തി കാണുമോ? ഒരിക്കലുമില്ല. അതൊക്കെ ഒന്നുകിൽ ഇതിനകത്ത് 2 കാര്യങ്ങളെ കുറിച്ച് നമുക്ക്, ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ഇത് പിടിക്കപ്പെടുമോ എന്നറിയാൻ വേണ്ടി നടത്തിയ ട്രയൽ റൺ ആയിരിക്കാം. ഒന്ന്, ഒരു ട്രയൽ റൺ നടത്തി നോക്കിയതാണ്. ആ ട്രയൽ റൺ നടന്നു, അതിൽ ഈ പറയുന്ന മണ്ടന്മാരായ CPMകാർ കയറി ചാടിക്കൊടുത്തു. മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയില്ലേ,
അതിനകത്ത് പോയി CPM-കാർ പോയി ചാടിക്കൊടുത്ത് പോലീസിനെ അടക്കം വിളിച്ചുകൊണ്ട് വന്ന് സ്വയം ഇളിഭ്യരായി പോയത് പാർട്ടിക്കാരാണ്. രണ്ട്, വേറൊരു ഓപ്ഷൻ കൊണ്ട് നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയും ജില്ലയിലെ അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലത്തിലെ സകലമാന പോലീസിനെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും ഈ പറയുന്ന ഹോട്ടലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് കടത്തേണ്ട രീതിയിൽ കടക്കേണ്ട പോലെ പണം കടത്തി. അത്രയും ചിന്തിച്ചു നോക്കൂ, അങ്ങനെയും സംഭവിക്കാം. അപ്പം അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പഞ്ചപാവം ശുദ്ധനാണ്, പണമായി അല്ലെങ്കിൽ അനാവശ്യമായി പണം കടത്താത്ത ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ ഈ സംഭവത്തെ നമുക്ക് ചിന്തിക്കാം. ഇത് മൂന്നാണെങ്കിൽ തന്നെയും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് നടത്തിയ ഒരു ട്രയൽ റൺ ആണെങ്കിൽ ആ ട്രയൽ റണ്ണിനെ എവിടെയോ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഒരു വശത്തിരുന്നു കൊണ്ട് അതിന് വിസിലൂതി കൊടുത്തവരാണ് CPM-കാർ. രണ്ടാണെന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ ഘടകങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതമായി പണം കടത്താൻ വേണ്ടി കൂട്ടുനിന്നത് CPM-കാർ. മൂന്നാമതാണെങ്കിൽ തീർത്ത് നിരപരാധിയായ ഒരാളെ അനാവശ്യമായ വിവാദത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുഴപ്പത്തിലാക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് CPM-കാർ. ഈ മൂന്ന് ഘട്ടം നോക്കിയാലും അല്ലെങ്കിൽ ഈ മൂന്ന് രീതിക്ക് ചിന്തിച്ചു നോക്കിയാലും ഇതിൻ്റെ എല്ലാം പ്രധാന കാരണക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ചരട് വലിക്കുന്നത് CPM-കാരാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതോടുകൂടിയാണ് ഇപ്പോൾ പണി കിട്ടാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. അതായത് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ താമസിച്ചു കൊണ്ടിരുന്ന മുറികളിൽ യൂണിഫോം പോലും ഇല്ലാതെ പോലീസുകാർ കടന്നു കയറുന്നു. അവിടെ അവരെ പുറത്തിറക്കി, അതായത് സ്ത്രീകൾ താമസിക്കുന്ന രാത്രിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീകൾ താമസിക്കുന്ന ഒരു റൂം എന്ന് പറഞ്ഞാൽ അല്ലേ, അവരുടേതായ ചില പ്രൈവസികളുണ്ട്. അത്തരം പ്രൈവസികളെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും തകർത്തുകൊണ്ട് യാതൊരു അനുവാദവും ഇല്ലാതെ രാത്രിയിലേക്ക് അവരുടെ മുറികളിലേക്ക് ഇടിച്ചു കയറുക പോലീസ്, അത് യൂണിഫോം പോലും ഇല്ലാതെ ചെന്ന് കയറിയതിന് ശേഷം അവിടെ അവരുടെ തുണികളും മറ്റുള്ള സാധനങ്ങളും ബാഗുകളും ഒക്കെ അലങ്കോലപ്പെടുത്തുക. അപ്പൊ ഈ കാണിച്ച നെറികേടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നെറികേട് തന്നെയാണ് വനിതാ പ്രവർത്തകരോട് കാണിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു നെറികേട് വനിതാ പ്രവർത്തകരോടടക്കം കാണിച്ചു. അവരിതുവരെ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ ആണെങ്കിലും ബിന്ദു കൃഷ്ണയാണെങ്കിലും അവരിതുവരെ ഉണ്ടാക്കി വെച്ച രാഷ്ട്രീയ ഭാവിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽപ്പിച്ചു. അവരെ ഈ പറയുന്ന കള്ളപ്പണം സംരക്ഷിക്കുന്നവരാക്കി മാറ്റി. അവരൊക്കെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമുക്കറിയില്ല വ്യക്തമായി. പക്ഷേ അങ്ങനെ അവരുടെ മുകളിലേക്ക് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ, തേജോവധം ചെയ്യുന്നതിന് ശ്രമിച്ചു. ഇതൊരു മാനപ്പെടുത്തൽ കൂടിയാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവരെന്തോ കുറ്റം ചെയ്തു എന്നോ അവര് പഠിച്ച കള്ളികളാണെന്നോ അവര് കള്ളപ്പണം കൊണ്ടുവന്ന് അവരുടെ മുറിക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചോ എന്നോ അവർക്ക് വരുത്തി തീർത്തു. അപ്പൊ അത് അവരുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് തന്നെ ഏറ്റ മങ്ങലാണ്. പക്ഷേ നിരാശരായവർക്ക് മടങ്ങേണ്ടി വന്നു. പക്ഷെ അവിടെ നിന്ന് 1 രൂപയെങ്കിലും കള്ളപ്പണം എന്നുള്ള നിലയിൽ 500-ന്റെ ഒരു സിംഗിൾ നോട്ടെങ്കിലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നെഗറ്റീവ് ആകില്ലായിരുന്നു. ഇങ്ങനെ ഒരു മാനനഷ്ട കേസ് വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇനിയും വരാനുള്ളത് അനുഭവിക്കുക എന്ന് മാത്രം. എന്തായാലും പാലക്കാട് സീറ്റിൽ കുറച്ച് വോട്ട് നേട്ടം ഉണ്ടായെങ്കിൽ പോലും 3-ാം സ്ഥാനത്തേക്ക് പതിവ് പോലെ CPM താഴെ വീണിരിക്കുന്നു. P. സരിനെ കൊണ്ടൊന്നും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം നടത്തിയത് ഒരു വലിയ നാടകമായിരുന്നു എന്നുള്ള കാര്യം വോട്ടർമാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ കേരളം തന്നെ തിരിച്ചറിഞ്ഞ് രാത്രിയായിരുന്നു അത്, അല്ലെങ്കിൽ തുടർന്ന് വന്ന ദിവസങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്ര കാര്യങ്ങളുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ജയിപ്പിച്ചെടുത്തത് ഒരു പക്ഷേ CPM ആയിരിക്കും. അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതോടൊപ്പം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും കൊടുക്കുന്ന മാനനഷ്ട കേസിനും കൂടി പരിഹാരം കണ്ടെത്തുകയും അല്ലെങ്കിൽ എന്താണോ വെച്ച പരിഹാര ക്രിയകൾ ചെയ്തിട്ട് അങ്ങ് സമാധാനപ്പെടുക.